യോഗവിദ്യ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വജൈനൽ ഹൈജീനിനെക്കുറിച്ച് കൂടുതലറിയാം. യോനിശുദ്ധി നിലനിർത്തുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും അത്യാവശ്യമാണ്. യോനി സ്വാഭാവികമായി സ്വയം ശുദ്ധിയാക്കുന്ന അവയവമാണെങ്കിലും തെറ്റായ ശീലങ്ങൾ അണുബാധകൾക്കും അസ്വസ്ഥതകൾക്കും സാധ്യത വർദ്ധിപ്പിക്കാം. അതിനാൽ തന്നെ ശരിയായ ശുചിത്വവും ആരോഗ്യകരമായ ശീലങ്ങളും പാലിക്കുന്നത് യോനിയുടെ സ്വാഭാവിക pH നിലനിർത്താനും രോഗപ്രതിരോധശേഷി ഉറപ്പാക്കാനും സഹായിക്കും. ഇന്നർ പാർട്ട് അഥവാ ഉൾവശം സ്വയം തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു. അതിന് പ്രത്യേക ഫെമിനൈൻ വാഷ്, ക്ലൻസർ എന്നിവ ഉൾവശത്തിലേക്ക് ഒഴിച്ച് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. ഫെമിനിൻ വാഷ്, ക്ലൻസർ എന്നിവ ഉപയോഗിക്കുന്നത് വഴി ഇന്നർ പാർട്ടിലെ pH ബാലൻസ് തകരാറിലാകുകയും നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. ഔട്ടർ പാർട്ട് അഥവാ വൂൾവ, ലേബ്യ മാജോറ, ലേബ്യ മൈനോറ, പ്യൂബിക് ഏരിയ, യൂറിത്ര, ക്ലിറ്റോറിയസ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്നു. ഈ ഏരിയ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അണുബാധ, ചൊറിച്ചിൽ, ഡിസ്കംഫർട്ട് എന്നിവയ്ക്ക് കാരണമാവുന്നു. വളരെയധികം ധാരണ അപാകതകളും മിഥ്യാധാരണകളും ഉള്ള വിഷയമായതിനാൽ വജൈനയുടെ ശരിയായ ശുചിത്വവും ആരോഗ്യ സംരക്ഷണവും എങ്ങനെയെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വാഷിംഗ്, ശുദ്ധമായ വെള്ളമോ ലുക്ക്വാം വാട്ടറോ മാത്രം ഉപയോഗിച്ച് വജൈന വൃത്തിയാക്കാവുന്നതാണ്. ഇന്നർ പാർട്ടിലേക്ക് വെള്ളമൊഴിച്ച് വൃത്തിയാക്കേണ്ട കാര്യമില്ല. വാഷിംഗ് കഴിഞ്ഞതിനുശേഷം വൃത്തിയുള്ള തുണിയോ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഈർപ്പം മാറ്റാവുന്നതാണ്. ഈർപ്പം നിലനിൽക്കുന്നത് കാരണം ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, ഡിസ്കംഫർട്ട് എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോപ്പ്, ഫെമിനിൻ വാഷ് എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹാർഡ് സോപ്പ്, വിനാഗിരി, എണ്ണ, പെർഫ്യൂം തുടങ്ങിയവ ഇതൊന്നും പ്രൈവറ്റ് പാർട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഫെമിനിൻ വാഷ് ഉപയോഗിക്കുമ്പോൾ pH ബാലൻസ് നോക്കേണ്ടത് വളരെ അനിവാര്യമാണ്. pH ബാലൻസ് 3.5നും 4.5നും ഇടയിൽ വാല്യൂ ഉള്ള ഫെമിനിൻ വാഷ് ഉപയോഗിക്കുക. മൈൽഡ് സോപ്പിൽ ഫ്രേഗ്രൻസ് ഇല്ലാത്തതും pH ബാലൻസ് ഉള്ളതുമായ സോപ്പ് ഉപയോഗിക്കുക. അണ്ടർഗാർമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ഇല്ലാത്തതും എന്നാൽ വായുപ്രവേശനമുള്ളതും സോഫ്റ്റും കോട്ടനും ആയിട്ടുള്ളവ ഉപയോഗിക്കുക. ടൈറ്റുള്ള അണ്ടർഗാർമെന്റ്സ് ഉപയോഗിക്കുന്നതുവഴി വിയർപ്പ് നിലനിൽക്കുകയും ഇത് റാഷസ്, ചൊറിച്ചിൽ എന്നിവയ്ക്ക് കാരണമാവുന്നു. മെൻസ്ട്രൽ കപ്പ്, ടെമ്പൻ, സാനിറ്ററി പാഡ്സ്. മെൻസ്ട്രൽ കപ്പ് ഇത് ഒരു റീയൂസബിൾ സിലിക്കോൺ കപ്പാണ്. നിങ്ങളുടെ കൈകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിനു മുമ്പും ശേഷവും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. പീരിയഡ്സ് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് തിളപ്പിച്ച് വെള്ളത്തിൽ 5 മിനിറ്റ് താഴ്ത്തി വെച്ച് ഉണക്കി മാത്രം സൂക്ഷിച്ചു വെക്കുക. കൂടുതൽ മെൻസ്ട്രൽ കപ്പുകളും മാക്സിമം 12 മണിക്കൂർ വരെ ഉപയോഗിക്കാം. സാനിറ്ററി പാഡ്സ്. സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെ കൈകൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കുക. നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചതുപോലെ പാഡ് 3-4 മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റണം. ദീർഘനേരം ഒരേ പാഡ് ഉപയോഗിക്കുന്നത് അണുബാധക്കും ചർമ്മത്തിന് ഡിസ്കംഫർട്ടിനും കാരണമായേക്കാം. പാഡ് മാറ്റുമ്പോൾ കൈകൾ നന്നായി കഴുകി വൃത്തിയാക്കണം. അനുയോജ്യമായ പാഡ് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ടാംപോൺ ഉപയോഗിക്കുന്നതിന് മുൻപും മാറ്റുന്നതിനു മുമ്പും കൈകൾ നന്നായി കഴുകുക. 3 മുതൽ 8 വരെ മണിക്കൂറിന് മുകളിൽ ഒരേ ടാംപോൺ ഉപയോഗിക്കരുത്. കാരണം ഇത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം TSS പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ശരിയായ അബ്സോർബൻസി തിരഞ്ഞെടുക്കുക. രക്തസ്രാവത്തിന്റെ തീവ്രത അനുസരിച്ച് കുറഞ്ഞോ മിതമായോ കൂടുതലോ അബ്സോർബൻസി ഉള്ള ടാംപോൺ തിരഞ്ഞെടുക്കുക. രാത്രിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. ഒരു ടാംപോൺ 8 മണിക്കൂറിനപ്പുറം ഉപയോഗിക്കരുത്. അതിനാൽ രാത്രിയിൽ പാഡ് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നതും പരിഗണിക്കുക. യുറീത്രൽ ഹോൾസ്. വജൈനയുടെ ഔട്ടർ പാർട്ട് ശുചിയായി നിലനിർത്തുന്നതിന് യോനിയുടെ ചുറ്റുമുള്ള ഹെയർസ് റിമൂവ് ചെയ്ത് വൃത്തിയായി പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. നല്ല ശുചിത്വം പാലിക്കുന്നത് രോഗകാരികളെ തടയാനും ചർമ്മാരോഗങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. സ്ത്രീകളുടെ ദൈനംദിന ശുദ്ധീകരണത്തിൽ ശരിയായ രീതിയിലുള്ള വജൈനൽ ഹൈജീൻ നിർണായകമാണ്. ശരിയായ രീതിയിലുള്ള വജൈനൽ ഹൈജീൻ അണുബാധ, ഡിസ്കംഫർട്ട്, ഇറിറ്റേഷൻ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു. മാത്രമല്ല വെള്ളം കുടിക്കുകയും വേണം. ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തെ അകത്തുനിന്നും ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.